അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ട് ഇവരുടെ സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ആകെ എനിക്ക് നന്നാക്കാമെന്ന് തോന്നിയ ഭാഗം ആ ഇടയ്ക്കത്തെ ചരണത്തിന്റെ ഇടയ്ക്കത്തെ ആലാപ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. ആ ഒരു ഏറ്റവും ഹൈ വരുന്ന നോട്ടില്ലേ, അത് വരാറുണ്ട്, ഇടയ്ക്ക് പാടം വരാറുണ്ട്. ഒന്ന് ക്ലീൻ ആയിട്ട് പാടി കേൾപ്പിക്കോ ആ ഒരു പോർഷൻ, പറ്റോ? സാരായം കുടിച്ചാത്ത അട സംഗീതം തേനവരൂ നന്നായി നന്നായി. ഇത് മാത്രമേ ഒന്ന് ചെറുതായിട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് എല്ലാം എക്സ്പ്രഷൻസ് കൊടുത്തതാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു ചേച്ചി. ശരത് നന്നായിരുന്നു രാഹുൽ. താങ്ക് യു സാർ. ലിറിക്സ് ഒക്കെ കുറച്ച് തെറ്റുകളുണ്ട് കേട്ടോ. ഊത്തി കിട്ടാനാണ്, ഊത്തി കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു നിർത്താം കേട്ടോ. ചരണത്തിൽ കുറച്ച് ടെമ്പോ, അത് അങ്ങനെ സ്ട്രഗിൾ ചെയ്യാണ്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടിക്കണം കേട്ടോ. അത് ആലാപാരുന്ന് ആദ്യം മിസ്സായത്, ഇപ്പം നന്നായിട്ട് പാടിയത്. ടോട്ടലി വളരെ നന്നായിരുന്നു. പിന്നെ ഡാൻസേഴ്സിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല, അവർ സൂപ്പറായിരുന്നു. ഇതിലെ മോനി സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, പാട്ട് കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടില്ല. ആ ഒറിജിനൽ വിഷ്വൽസ് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. എന്താണ്? അതിനകത്ത് കമലഹാസൻ ഇങ്ങനെ മാക്രിയപ്പെടുത്തക്കാരന്റെ കൂട്ടമല്ലായിരുന്നല്ലേ, തവള കൊടുത്ത ലക്ഷണമുണ്ട്. കമലഹാസൻ സാറെ കൂടെ അതില് സ്ത്രീകളെ കളിച്ചെന്നല്ലാണ്ട് അങ്ങോട്ട് പോയി പിടിച്ചിട്ടൊന്നുമില്ല. വേറെന്തോ ചോദിച്ചു, നീ വേറെന്തോ ഞാൻ വളരെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. നീ അങ്ങ് ചൈനയെ കൊണ്ടുപോയ എന്നെ പെട്ടെന്ന്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ അതില് വേഷമല്ല, കമലഹാസന്റെ കൂടെ മെയിനായിട്ട് പെർഫോം ചെയ്തേക്കുന്ന വൈ വിജയ എന്ന് പറയുന്ന നടിയാണ്. അത് ഭയങ്കര തടിയാണ്. ഇവിടെ രേവതി ആകപ്പാടെ 13.5 കിലോയേ ഉള്ളു. ഞാൻ വരച്ച് ശിങ്കാരിച്ചാരൊക്കെ പറന്നു പോകുന്നു ഇവിടുന്ന്. അതൊക്കെ നന്നായിരുന്നു കേട്ടോ. ടോട്ടലി ഡാൻസ് സൂപ്പർ പാടുന്ന പോലെ നന്നായിട്ട് പാടി കേട്ടോ. ചേച്ചി എന്താ പറയാൻ, എല്ലാം ഇവിടെ അണ്ണാച്ചി തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ മനോഹരായിരുന്നു. നന്നായിട്ട് പാടുന്നുണ്ട്. ആ നല്ല പഞ്ച് കൊടുത്തിട്ടാണ് പാടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജഡ്ജസിന് 3 പേരെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിൽ കണ്ണിൽ ഇങ്ങനെ നോക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് നല്ലവണ്ണം പാടുന്നുണ്ട് കേട്ടോ. പിന്നെ ഡാൻസേഴ്സ് പറയണ്ട, പിന്നെയും പറയേണ്ട ആവശ്യമില്ല. അവരായിരുന്നു ഏറ്റവും വലിയൊരു എനർജി രാഹുലിന്. വളരെ നന്നായിരുന്നു. രാഹുലിന്റെ ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒരെണ്ണമാണ്. വെരി ഗുഡ്, നന്നായിരുന്നു. ഇവര് പറഞ്ഞ പോലെ തന്നെ ആ അകാരം മാത്രമേ ഉള്ളൂ, അപ്പൊ കുറച്ച് സ്പീഡായി പോയി. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരുന്നു. യു ക്യാൻ കീപ് ഇറ്റ് ആസ് എ മെമ്മറി. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ഓക്കെ രാഹുൽ, രാഹുലിന്റെ മാർക്സിലേക്ക് അടക്കാം. ശരത് സർ 26. ശ്രീയേട്ട 26. ചിത്ര ചേച്ചി out of 30. 26. And Menika ചേച്ചി out of 10. 78 plus 10 88. 88 മാർക്സ് ആണ് രാഹുൽ ഈ റൗണ്ടിൽ ലഭിച്ചത്. ഒരു മരണക്കളിയായിരുന്നു അല്ലേ? ദൈവം സഹായിച്ചു, കുറച്ച് നന്നാക്കി പാടാൻ സാധിച്ചു. നല്ല മാർക്സും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടുത്തുള്ള സ്റ്റേജിൽ നന്നായി പാടാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് വേണ്ടി SMS ചെയ്യണം എല്ലാവരും. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS space